കഴിഞ്ഞ ദിവസം ഞാൻ പ്രശാന്ത് ഭൂഷണും കുറേ മാന്യന്മാരും കൂടെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഒരു ഹർജിയെപ്പറ്റി നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒരുപാട് വിദഗ്ധന്മാരൊക്കെ ചേർന്ന് തയ്യാറാക്കിയ ഹർജിയാണ്. ആവശ്യം ഇസ്രായേലിലേക്ക് ഇന്ത്യ ആയുധ കയറ്റുമതി ചെയ്യുന്നു, അത് നിർത്തണം. ഇതാണ് ആവശ്യം. ഇതെങ്ങനെ കോടതി അനുവദിക്കും എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ വലിയ വിദഗ്ധന്മാരാണല്ലോ, അവർ കൊണ്ടുപോയി കൊടുത്തു. അവരുടെ ഹർജി ആയതുകൊണ്ട് ഇന്നലെ തന്നെ അത് ബെഞ്ചിൽ വന്നു. ചീഫ് ജസ്റ്റിസിൻ്റെ എമർജൻസിയാണ്. എൻ്റെ ഒരു ദേവസ്വം കേസ് വർഷം 6 ആയി കേട്ടോ അവിടെ കിടക്കുന്നു. ഇനിയും 10 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. എൻ്റെ ആയുഷ്കാലത്ത് അത് ഹിയറിങ്ങിന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോട്ടെ, നമ്മളൊക്കെ ചോട്ടാകൾ. അപ്പോൾ ഇസ്രായേലിനുള്ള ആയുധം കൊടുക്കുക, നിർത്തുക, ഇതൊക്കെയാണ് പ്രിയോറിറ്റി. അല്ലാതെ ഇന്ത്യൻ ജനത എങ്ങനെ മുടിഞ്ഞാലും പ്രശാന്ത് ഭൂഷണൊരു കുഴപ്പമില്ല. ഈ മനുഷ്യൻ്റെ വാദം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒന്നുകൂടെ പറയാം. ഇങ്ങേരുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ്, ജനോസൈഡ്. ഈ പേര് നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ, വംശഹത്യ. എന്താ ഈ വംശഹത്യ എന്ന് ആർക്കും അറിയുന്നത്? പക്ഷേ വംശഹത്യ അതായത് ഗുജറാത്തിൽ നടന്ന മുസ്ലിം വംശഹത്യ. മുസ്ലിം വംശം എന്ന് പറഞ്ഞൊരു വംശമുണ്ടെന്ന് മനസ്സിലാക്കണം. മുസ്ലിം വംശം, ഹിന്ദു വംശം എന്നൊക്കെ പറഞ്ഞു. ഇത് ശ്രീലങ്കയിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, തമിഴ് വംശഹത്യയാണ്, ഭാഷയുടെ പേരിലാണ്. അവിടെ ഹിന്ദു വംശഹത്യ അല്ല, തമിഴ് വംശഹത്യ. മനസ്സിലായില്ലേ? ഒരിടത്ത് മതമാണ് അടിസ്ഥാനം, വേറൊരിടത്ത് ഭാഷയാണ് അടിസ്ഥാനം. ഇങ്ങനെയാണ് ഈ വംശഹത്യ കിടന്ന് കളിക്കുന്നത്. ഏതായാലും വംശഹത്യ എന്നുള്ളൊരു വാക്ക് ഭാരതത്തിൽ ഉപയോഗിച്ചത് അതിൻ്റെ തർജ്ജിമയായ ജനസൈഡ് യൂറോപ്പിൽ ഉപയോഗിക്കാമല്ലോ എന്നുള്ള ദുഷ്ടലാക്കോട് കൂടിയാണ്. യൂറോപ്പിൽ ഈ റേസിസം ഒക്കെയുണ്ട്, ഭാരതത്തിൽ അതില്ല. യൂറോപ്പിൽ കറുത്തവനും വെളുത്തവൻ എന്നൊക്കെയുണ്ട്. ഭാരതത്തിൽ മറ്റെന്ത് വഴക്കുണ്ടെങ്കിലും തൊലി കറുത്തവനും തൊലി വെളുത്തവനും തമ്മിൽ വഴക്ക് ഭാരതത്തിൽ ഇന്ന് വരെയും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുന്ന ലക്ഷണവും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഭാരതത്തിൽ ഇല്ലാത്തൊരു സാധനം ഭാരതത്തിൽ ഇറക്കുമതി ചെയ്തിട്ട് ഭാരതത്തിലെ സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്നു. ജനോസൈഡ്. അതിന് സഹായകമാകുന്ന ഒരു കാര്യം ഭാരതം ചെയ്യാൻ പാടില്ല. ഭാരതം ജനീവ കൺവെൻഷനിൽ ഒപ്പിട്ടിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഈ എത്ര കൺവെൻഷനാണെന്നറിയാമോ? യുണൈറ്റഡ് നേഷൻസിൽ ഒരുപാട് കൺവെൻഷൻ കൂടും, അതിൽ ഒരുപാട് പ്രമേയം പാസ്സാക്കും, എല്ലാവരും ഒപ്പിടും. ഇതൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു? ലോക സമാധാനത്തിന് വേണ്ടി തങ്ങൾ ആരെയും ആക്രമിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രാജ്യങ്ങൾ ഒപ്പിട്ട് കൊടുക്കും. കൊണ്ടുപോകാൻ ഞാൻ ഒപ്പിട്ട് തരാം. ഇതൊക്കെ ചുമ്മാ ഒപ്പിട്ട്, ഇതിനൊക്കെ എന്ത് വിലയാണ്? യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു നാടകമാണ്. അവിടെ ആരും പറഞ്ഞാലും കേൾക്കാറൊന്നുമില്ല. യുണൈറ്റഡ് നേഷൻസിൽ പ്രമേയം പാസ്സായി എന്നൊക്കെ പറഞ്ഞ് പത്രവാർത്ത കൊടുക്കാമെന്നതല്ലാതെ പ്രയോജനമൊന്നുമില്ല. കുറച്ചെങ്കിലും ഗൗരവം വരുന്നത് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ, ആ രാജ്യങ്ങളുണ്ടല്ലോ വീറ്റോ പവറൊക്കെ ഉള്ളത്, അവരുടെ ബോഡിക്ക് കുറച്ചുകൂടെ പവറുണ്ടെന്ന് പറയാം. കാരണം അവർ ചിലപ്പോൾ അവർ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ അവർ ഈ രാജ്യത്തോട് യുദ്ധപ്രഖ്യാപനമോ അങ്ങനെ എന്തെങ്കിലും നടത്തിയെന്ന് വരും. അതുപോലും ഇപ്പം ചെയ്യാറൊന്നുമില്ല. ഏതായാലും അതാണ് കുറച്ചെങ്കിലും ഒരു ബലമുള്ള ഏർപ്പാട്. ബാക്കിയൊക്കെ വെറും പ്രസംഗമാണ് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ ബെഞ്ചിലാണിത് വരുന്നത്. ജസ്റ്റിസ് ചന്ദ്രചൂഡ്, ജസ്റ്റിസ് പർദിവാല, ജസ്റ്റിസ് മനോജ് മിശ്ര. അവർ ചോദിച്ചു, നിങ്ങൾ എന്തായി ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്? ഒരു സർക്കാർ എക്സ്പോർട്ട് ചെയ്യുന്നു, അത് നിർത്തിവെക്കണമെന്ന് ഞങ്ങൾക്കിങ്ങനെ പറയാൻ പറ്റും? ആ ആയുധങ്ങൾ ഇസ്രായേലിലാണ് പോകുന്നത്, ഇസ്രായേൽ അത് ഗസയിലാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഒരു ട്രയൽ കോടതിയിൽ തീരുമാനിക്കാൻ പറ്റുള്ളൂ. സത്യമാണല്ലോ. ഈ ആയുധം പോയോ? അതിന് സാക്ഷി ആര്? അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എവിടെ? ഇതൊക്കെ ട്രയൽ കോടതി, മജിസ്ട്രേറ്റ് കോടതി ചെയ്യുന്നതാണ്. ശരി, ആ കപ്പലെതിരെ പോയി, എവിടെ എത്ര ആയുധം ഇറക്കി? ആ ആയുധം ഒരു വെടിയുണ്ട ഇസ്രായേൽ ഗാസയിൽ ഉപയോഗിച്ചു എന്ന് തെളിയണമല്ലോ. അപ്പോൾ അതിന് തെളിവ് വേണം. ഉണ്ട ഇസ്രായേൽ വരെ പോയെന്നും അവിടെ ഇസ്രായേലിൻ്റെ ഇന്ന തോക്കിൽ ആ ഉണ്ട ഇട്ടെന്നും ആ ഉണ്ട കൊണ്ട് ഗസയിൽ വെടിവെച്ചിട്ട് ഒരാൾ മരിച്ചെന്നും ആ മരിച്ചയാളുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ റിപ്പോർട്ടാണിതെന്നും അയാളുടെ ശരീരത്തിൽ നിന്ന് ഉണ്ട കിട്ടിയെന്നും ഒക്കെ തെളിയിക്കേണ്ട. അങ്ങനെയല്ലേ ഒരു ക്രിമിനൽ കേസാവുള്ളൂ.
നിങ്ങളിത് എന്ത് ഭ്രാന്താണ് പ്രശാന്ത് ഭൂഷൺ പറയുന്നത്? ഇതൊക്കെ സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി അതുപോട്ടെ, സുപ്രീം കോടതി പറഞ്ഞു ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ആയുധം എക്സ്പോർട്ട് ചെയ്യാനൊരു കരാറുണ്ട്. ആ കരാറ് ഞങ്ങളങ്ങ് ക്യാൻസൽ ചെയ്തു. സുപ്രീം കോടതി കരാർ റദ്ദാക്കി. എന്നിട്ട് ഇനി ആയുധം കയറ്റി അയക്കില്ല. ശരി, ഇസ്രായേൽ തിരിച്ച് ഇന്ത്യക്കെതിരെ കേസ് കൊടുക്കുന്നു, നഷ്ടപരിഹാരം. കാരണം ഒരു നിങ്ങൾ ഇത്രയും സാധനം തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ തരാതിരുന്നു കഴിഞ്ഞാൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണല്ലോ, അതൊരു സിവിൽ സ്യൂട്ടാണ്. ഇസ്രായേൽ ഇന്ത്യയിൽ വന്നിട്ടൊരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുന്നു, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം, $37,000 കോടി. ഇതാര് കൊടുക്കും? സംഭവം ശരിയാണ്, ഇന്ത്യയാണ് കരാർ ലംഘിച്ചിരിക്കുന്നത്. സർക്കാർ പറയും സുപ്രീം കോടതി പറഞ്ഞിട്ട് ലംഘിച്ചതാ, എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയും. സുപ്രീം കോടതി കൊടുക്കുമോ $37,000? ഇവരൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? അതുകൊണ്ടാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്, നിങ്ങൾ സർക്കാരിൽ നിന്ന് സർക്കാരിലേക്ക് നടത്തിയ ഒരു കോൺട്രാക്റ്റ് ഞങ്ങൾ ഇടപെട്ട് ക്യാൻസൽ ചെയ്താൽ ആ കോൺട്രാക്റ്റിൻ്റെ നഷ്ടപരിഹാരം ചോദിച്ചാൽ ആര് കൊടുക്കും? സുപ്രീം കോടതി കൊടുക്കുമോ അവരുടെ ശമ്പളത്തിൽ നിന്ന് ഇസ്രായേലിന് നഷ്ടപരിഹാരം? അവർ പ്രശാന്ത് ഭൂഷണെ നിർത്തി വേർപ്പിച്ചു. പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു, സാധാരണ പറയുന്നു സ്ത്രീകൾ, ഗർഭിണികൾ, കുട്ടികൾ. അവർ സ്ത്രീയും ഗർഭിണിയും കുട്ടിയൊന്നും അല്ല പ്രശ്നം. ഒരു നാട്ടിൽ നിന്ന് അന്യനാട്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ നാട്ടിലെ ഭരണകൂടമാണ്, സുപ്രീം കോടതി അല്ല. സുപ്രീം കോടതി മുമ്പിൽ ഇത് വരുന്ന കാര്യവുമല്ല. ചീഫ് ജസ്റ്റിസ് പറയുകയാണ്, യു ആർ സീക്കിംഗ് എ ഡയറക്ഷൻ ടു ദ യൂണിയൻ ഓഫ് ഇന്ത്യ to cancel existing licenses and hold the grant of new licenses to various companies in India. Mr. Bhushan, how can the court adopt this kind of a jurisdiction? It is a matter of foreign policy or defense policy. ഒരു കച്ചവടത്തിൽ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നത് എങ്ങനെയാണ്? അതൊക്കെ സർക്കാരിൻ്റെ ഫോറിൻ പോളിസിയും ഡിഫൻസ് പോളിസിയാണ്. അത് പാർലമെൻറ്റാണ് തീരുമാനിക്കുന്നത്, ഭരണകൂടമാണ് തീരുമാനിക്കുന്നത്, സുപ്രീം കോടതി അല്ല. ഭരണകൂടത്തിൻ്റെ തീരുമാനത്തിൽ സുപ്രീം കോടതി ചുമ്മാ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നാശനഷ്ടത്തിന് സുപ്രീം കോടതി സമാധാനം പറയുക. എന്ത് ചെയ്യും? ഈ പെറ്റീഷനും കൊണ്ട് വന്നല്ലോ. ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് നാഷണൽ പോളിസി, ചീഫ് ജസ്റ്റിസ് പറയുകയാണ്. ഇതിൻ്റെ കൂടെ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ തുഷാർ മേത്ത അദ്ദേഹം പറഞ്ഞു, ദ മോസ്റ്റ് ഡേഞ്ചറസ് പാർട്ടീസ്, അപകടം പിടിച്ച ഒരവസ്ഥ, whether to term one particular action of a foreign country to be an act of aggression, genocide or act of defense, that's essentially a diplomatic policy of the government. ഇപ്പോൾ നമ്മൾ ലഷ്കർ ഇ തയ്ബയെ പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ നിരോധിച്ചു. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്നും അല്ലെന്നും വാദിക്കാം, ഇല്ലേ? രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഇന്ത്യ പറയും. പാകിസ്ഥാനിലോ അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് പറയും, ഇല്ലേ? അതുപോലെ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണം, അത് ആക്രമണമാണോ പ്രത്യാക്രമണമാണോ ഭീകരപ്രവർത്തനമാണോ ഡിഫൻസാണോ ഒഫൻസാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇസ്രായേലും ഗാസയുമാണ്. നമുക്കതിലെന്താ കാര്യം? ഇനി നമ്മൾ തീരുമാനം ആരാ? ഫോറിൻ മിനിസ്ട്രിയാണ്, ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രിയാണ് തീരുമാനിക്കുന്നത്. റഷ്യ ഉക്രൈനെ ആക്രമിച്ചത് ശരിയായില്ല. ഫോറിൻ ഓഫീസിൽ നിന്ന് നോട്ട് അത് ഇത് ഡോക്ടർ ജയശങ്കറിനെ മോദി വിളിക്കുന്നു, എന്താ നമ്മൾ ചെയ്യേണ്ടത്? അജിത് ഡോവലിനെ വിളിക്കുന്നു, അവർ ചർച്ച ചെയ്യുന്നു. ഇതേ നമുക്ക് റഷ്യയെ പിന്തുണയ്ക്കാൻ അത് ശരിയാവില്ല, നമ്മൾ പിന്തുണയ്ക്കേണ്ട. ഓക്കെ, പിന്തുണയ്ക്കേണ്ട, അല്ലെങ്കിൽ പിന്തുണയ്ക്കണം. നമ്മളൊന്നും മിണ്ടാൻ പോകണ്ട. അതും ഒരു പോളിസിയാണ്. ഈ പോളിസിയൊക്കെ ഭരണകൂടമല്ലേ തീരുമാനിക്കുന്നത്. ഇതിൽ കയറി ഇടപെട്ടാൽ എങ്ങനെ? ഇപ്പോൾ പ്രശാന്ത് ഭൂഷൺ ഉന്നയിക്കാത്ത വേറൊരു പ്രശ്നം നമുക്ക് ഉന്നയിച്ച് നോക്കാം. റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു. ആ സമയത്ത് റഷ്യ എണ്ണയ്ക്ക് വില കുറച്ചു. വില കുറച്ചിട്ട് പറഞ്ഞു, ഏതൊക്കെ രാജ്യങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങണോ വാങ്ങിച്ചോളൂ. കാരണം അവരുടെ എണ്ണ, റഷ്യയുടെ എണ്ണ യൂറോപ്പ് എടുക്കുന്നില്ല, വേണ്ടടാ എനിക്കെന്ന് പറഞ്ഞു. റഷ്യ തരുന്നുമില്ല എന്ന് പറഞ്ഞു, ഉടക്കായി. ഈ എണ്ണ നമ്മൾ റഷ്യയുടെ നിന്ന് വാങ്ങരുതെന്ന് അമേരിക്ക പൊടാപ്പില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങി. കാരണം നമുക്ക് വില കുറച്ച് കിട്ടുന്നു, നമ്മൾ വാങ്ങി, നമ്മളത് ഉപയോഗിച്ചു. വാസ്തവത്തിൽ നമ്മൾ ചെയ്തത് എന്താ? റഷ്യയെ സഹായിക്കലാണ്. റഷ്യ ചെയ്യുന്ന പ്രവൃത്തി എന്താ? ഉക്രൈനെ ഉപദ്രവിക്കലാണ്. അപ്പോൾ ഫലത്തിൽ
ഉക്രൈനിലെ ആളുകളെ കൊല്ലാനായിട്ട് റഷ്യയെ സഹായിക്കുന്ന ഒരു പ്രവൃത്തിയല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്, അല്ലേ? റഷ്യയുടെ നിന്ന് എണ്ണ വാങ്ങിച്ച് റഷ്യയ്ക്ക് കാശ് കൊടുത്തതിലൂടെ നിങ്ങൾ റഷ്യയെ സഹായിക്കുകയാണ് ചെയ്തത്. റഷ്യയുടെ പ്രവൃത്തി എന്താ? ഉക്രൈനിൽ ആൾക്കാരെ കൊല്ലുന്നു. അപ്പോൾ ആ എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞിട്ട് പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതി പോകും. സുപ്രീം കോടതി പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന്. ഇതെന്ത് പണ്ടാരം? എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഇങ്ങനത്തെ കേസുകൾ കൊണ്ട് നടക്കുക. ഞാൻ പറയുന്നത് സുപ്രീം കോടതി ഇതിന് ഒരു 25 ലക്ഷം രൂപ കോസ്റ്റ് അടിച്ചിട്ട് ഈ പെറ്റീഷൻ തള്ളിക്കളയണം. കുറഞ്ഞത് 25 lakhs മേലാൽ ഇത്തരം പെറ്റീഷനുമായിട്ട് വരരുതെന്ന് പറഞ്ഞിട്ട്. അതായിരുന്നു സുപ്രീം കോടതി ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ ഇവരൊക്കെ വലിയ VIP ആയതുകൊണ്ട് സുപ്രീം കോടതി പെറ്റീഷൻ ഡിസ്മിസ് ചെയ്തു. 3 ജഡ്ജിമാരും മാറി മാറി പ്രശാന്ത് ഭൂഷണെ ക്വസ്റ്റ്യൻ ചെയ്യുകയായിരുന്നു. നിങ്ങൾ എന്ത് പെറ്റീഷനുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫോറിൻ പോളിസിയിൽ സുപ്രീം കോടതി ഇടപെടണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു? ഡിഫൻസ് പോളിസിയിൽ നാളെ നിങ്ങൾ പറയും അമേരിക്കയിൽ നിന്ന് ആയുധം വാങ്ങുന്നു, അത് വാങ്ങരുത് എന്ന് പറയും. കാരണം അമേരിക്ക വേറൊരു സ്ഥലത്ത് ജനസൈഡ് ചെയ്തവരാണ്. അവരിൽ നിന്ന് ആയുധം വാങ്ങിയിട്ട് അവർക്ക് കാശ് കൈമാറുന്നതിലൂടെ നമ്മൾ അവരെ സഹായിക്കുകയാണ്, തദ്വാര ജനസൈഡിനെ സഹായിക്കുക. പണ്ടാരം ഇവനൊക്കെ ഇന്ത്യയെപ്പറ്റി എന്തെങ്കിലും വേവലാതി ഉണ്ടോ? ഭാരതത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് പ്രശാന്ത് ഭൂഷൺ നാളിതുവരെ ഒരു ഹർജി മൂവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇയാളുടെ ഹർജി മുഴുവൻ ഭാരതത്തിന് പാരവയ്ക്കുന്നതാണ്. ഒറ്റ ഹർജി പ്രശാന്ത് ഭൂഷൻ്റെ കൊള്ളാവുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? നമ്മളുടെ 2G കേസ് തട്ടിപ്പ് ലൈസൻസ് ആണെന്നല്ലോ, 122 പേർക്ക് ലൈസൻസ് കൊടുത്തു അന്ന് രാജ. ഈ 122 ലൈസൻസും ക്യാൻസലാക്കണമെന്ന് പറഞ്ഞ് 2G കേസ് താഴത്തെ കോടതി മുതൽ കൊണ്ടുവന്ന സുബ്രഹ്മണ്യൻ സ്വാമി ഈ ലൈസൻസുകൾ റദ്ദാക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി. അതിൻ്റെ കൂടെ ഒരു പാരലൽ പെറ്റീഷൻ അഥവാ പാരസെറ്റിക് പെറ്റീഷൻ എന്ന് പറയും. അതായത് ഒരാളുടെ പെറ്റീഷൻ കോപ്പി അടിച്ചിട്ട് അടുത്ത ആൾ കൊടുക്കുക. കേരള ഹൈക്കോടതിയിൽ വെക്കേണ്ടത്. നമ്മളൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കേരള ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ അപ്പം തന്നെ അതിൻ്റെ കോപ്പി എടുത്ത് നോക്കും. കേട്ടാ ഇതൊരു കാഞ്ഞ സാധനമാണ്, പബ്ലിസിറ്റി കിട്ടുന്നതാണ്. എന്നിട്ട് ആ ഹർജി എടുത്ത് കോപ്പി അടിക്കും. ആ ഹർജിയിലെ പാരഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് അടുത്ത ഹർജിയായിട്ട് കൊടുക്കും. ആ ഹർജി കൊടുത്തു കഴിയുമ്പോൾ അതും ഇതും തമ്മിൽ ടാഗ് ചെയ്യുക എന്ന് പറയും. ഒരേ മാറ്ററാണല്ലോ, ടാഗ് ചെയ്യും രജിസ്ട്രിയിൽ. അങ്ങനെ ഇയാൾക്കും പേര് കിട്ടും. ഇതിനാണ് പാരലൽ പെറ്റീഷൻ അഥവാ പാരസെറ്റിക് പെറ്റീഷൻ. ഇത്തിൽക്കണ്ണിയാണല്ലോ ഇത്. മെയിൻ ഒരാളുടെ പെറ്റീഷനുകൾ വളരുന്ന ഇത്തിക്കണ്ണി. ഇങ്ങനെ ഒരു ഇത്തിക്കണ്ണി പെറ്റീഷൻ ഇദ്ദേഹം കൊടുത്തിരുന്നു. സുബ്രഹ്മണ്യൻ സ്വാമി ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ പോയപ്പോൾ അതിന് പാരലായിട്ട് പ്രശാന്ത് ഭൂഷണും ഒരെണ്ണം കൊടുത്തിരുന്നു. അപ്പോൾ സ്വാമി ജയിച്ചു, പ്രശാന്ത് ഭൂഷൺ ജയിച്ചു. 122 ലൈസൻസ് ക്യാൻസലായി. ഞാനാണ് അത് ചെയ്യിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശാന്ത് ഭൂഷൺ സൈൻ ചെയ്തു. പോട്ടെ. ഇതാണ് ആ മനുഷ്യൻ പോസിറ്റീവായിട്ട് ചെയ്തതിൽ എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം. ബാക്കി മുഴുവൻ സർക്കാരിനെ ഭാരതത്തിലെ സർക്കാരിനെ കുഴപ്പത്തിലാക്കുക. അത് മൻമോഹൻ സിംഗ് ആയാലും ശരി, നരേന്ദ്രമോദി ആയാലും ശരി, ഈ മനുഷ്യന് സിസ്റ്റത്തെ തകർക്കുക എന്നുള്ള ഏക മനസ്സാണ്. ഞാൻ ഭരിക്കുന്നത് കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ BJPയോ ആരുമായിക്കോട്ടെ, നമുക്കൊരു സിസ്റ്റം ആവശ്യമല്ലേ? ഒരു സുപ്രീം കോടതി ആവശ്യമല്ലേ? ഒരു സർക്കാർ ആവശ്യമല്ലേ? സർക്കാർ അഴിമതി, ശരി, അഴിമതി നമുക്ക് വേറെ പിടിക്കാം. പക്ഷേ ഒരു ഭരണ സംവിധാനം വേണമല്ലോ. പോലീസുകാർ കൈക്കൂലി മേടിക്കുന്നു, ശരി, അത് വെച്ചിട്ട് പോലീസ് സ്റ്റേഷൻ അടച്ചിടാൻ പറ്റില്ലല്ലോ. കൈക്കൂലിക്കാരനെ നമുക്ക് പിടിക്കാം, അല്ല, കൈക്കൂലിക്കാരാണ് കൂടുതൽ, ശരി, കൂടുതൽ പേരെ പിടിക്കാം. അപ്പോഴും പോലീസ് സ്റ്റേഷൻ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? ഈ പോലീസ് സ്റ്റേഷൻ വേണ്ട എന്നുള്ള കേസുകളാണ് പ്രശാന്ത് ഭൂഷൺ കൂടുതലും. സിസ്റ്റം വേണ്ട, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് വേണ്ട, അത് നശിപ്പിക്കുക. ഇലക്ഷൻ കമ്മീഷൻ വിശ്വസിക്കാൻ കൊള്ളില്ല, അത് പിരിച്ചുവിടണം. അവസാനം വന്ന് ഈ കേസുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സുപ്രീം കോടതി പൊളിച്ച് കപ്പ നടണം. ഇതാണ് പ്രശാന്ത് ഭൂഷൻ്റെ ആവശ്യം. ഇതിന് കൂട്ടുനിൽക്കാൻ ആൾക്കാരുണ്ട്, ഇതിന് എരിപൊരി സഞ്ചാരം കയറ്റാനും ആൾക്കാരുണ്ട്. എന്ത് ചെയ്യും? അതാണ് നമ്മുടെ അവസ്ഥ. ഏതായാലും ഇത്തവണ പ്രശാന്ത് ഭൂഷൻ്റെ വിദ്യ സുപ്രീം കോടതിയിൽ ചിലവായില്ല. അവർ ഈ കബഡി കളിയിൽ ബൾക്ക് ലൈനിലിട്ട് പിടിക്കുക എന്ന് പറഞ്ഞു. ബൾക്ക് ലൈൻ ക്ലോസ് ചെയ്യാൻ സമ്മതിക്കാതെ 3 ജഡ്ജിമാരും അവിടെ വെച്ച് തന്നെ പ്രശാന്ത് ഭൂഷൺ അങ്ങ് വിചാരണ നടത്തി. എന്ന് വാട്ട് എ ഫുളിഷ് പെറ്റീഷൻ യു ഹാവ് ബ്രോട്ട്, വാട്ട് ആർ യു ടോക്കിംഗ്, ഇങ്ങനെയൊക്കെ ചോദിച്ച് ആകെ കൂടെ വഷളായിട്ട് ആശാൻ തലയും താഴ്ത്തി ഇറങ്ങിപ്പോയി. ഇത്തവണ രക്ഷപ്പെട്ടു. പക്ഷേ
മുഴുവൻ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. അടുത്ത പാരയും കൊണ്ട് അടുത്ത ദിവസം പ്രശാന്ത് ഭൂഷൺ വരും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.